ഹായ് ഡിയേഴ്സ്, ഇന്ന് ചിങ്ങം 1. അപ്പോൾ ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇനി നമുക്ക് ഓണത്തിൻ്റെ തിരക്കുകളായി ഓണസദ്യയിലെ കേമനെ നമുക്കിന്ന് തയ്യാറാക്കാം. ഇഞ്ചിക്കറി ഇല്ലാതെ എന്ത് ഓണസദ്യയല്ലേ. നമുക്ക് 2 തരത്തിൽ ഇഞ്ചിക്കറി ഇന്ന് വെക്കാം. തേങ്ങ വറുത്തരച്ചും തേങ്ങ അരയ്ക്കാതെയും ഇഞ്ചിക്കറി വെക്കാം. ആദ്യം ഞാൻ തേങ്ങ വറുത്തരയ്ക്കാതെയുള്ള ഇഞ്ചിക്കറി കാണിച്ചു തരാം. ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ ചിരണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക. ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ ബെസ്റ്റ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി എത്രത്തോളം പൊടിയാക്കി അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിയാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ. ഞാനിതിപ്പോൾ നമ്മുടെ കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങളിപ്പോൾ ചോപ്പറിലിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ ചോപ്പറിലിട്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇഞ്ചി പിഴിഞ്ഞെടുക്കണം. ഇല്ല എങ്കിൽ അതിൽ നിറയെ വെള്ളം കാണും. എണ്ണയിലേക്ക് ഇടുമ്പോൾ മൊത്തത്തിൽ പൊട്ടിത്തെറിച്ച് ആകെ ചളകുളമാവും. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നീര് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. അത് പിന്നീട് നമുക്ക് കറിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു ടേസ്റ്റും കിട്ടും. ഐഡിയ കൊള്ളാമല്ലോ അല്ലേ. ഈ ഇഞ്ചി ഞാൻ എടുത്തത് വളരെ പിഞ്ച് ഇഞ്ചിയായിരുന്നു. അതുകൊണ്ടാണ് അതങ്ങ് തീരെ ഇല്ലാതായിപ്പോയി. വറുത്ത് വന്നപ്പോഴേക്ക് അതിൻ്റെ പകുതി പോലും ഇല്ല. അപ്പോൾ നിങ്ങൾ ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഇഞ്ചി എടുക്കുമ്പോൾ നല്ല മൂത്ത് വിളഞ്ഞ ഇഞ്ചി വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ഇഞ്ചി ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കതിനെ കോരി മാറ്റി വയ്ക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കോരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് കോരിയെടുക്കുക. അപ്പോൾ ഒരുപാട് എണ്ണ അങ്ങ് കുടിച്ചിരിക്കില്ല. നമുക്ക് ഇഞ്ചി കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ വലിയ ചെറിയ ഉള്ളി കിട്ടുമല്ലോ, ഏകദേശം ഒരു സവാള, കുഞ്ഞു സവാള പോലെയുള്ള ചെറിയ ഉള്ളിയാണേ, അതാണ് എടുത്തിരിക്കുന്നത്. അതിനെ വട്ടത്തിൽ അരിഞ്ഞ് ചേർത്തിരിക്കുകയാണ്. തീരെ പൊടി ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 10-15 എണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി പിന്നെ ഏത് കറിയിൽ ചേർത്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഉള്ളിയും ഇതുപോലെ കരിഞ്ഞു പോകാതെ കോരിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റി വയ്ക്കാം. പിന്നെ ഇനി ഇത് രണ്ടും ചൂടാറിയതിന് ശേഷം ചെറുതായിട്ടൊരു തരി പോലെ അരച്ചെടുക്കണം. ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ. ഇനി ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്തല്ലോ, അതേ എണ്ണയിൽ നിന്ന് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിക്കറിക്കൊക്കെ അത്യാവശ്യം കളറും കൊഴുപ്പും ഒക്കെ കിട്ടാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ ആ മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുക്കുക. ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം വറുക്കാനായിട്ട്. പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് തുമ്മാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി തോന്നുമ്പോൾ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി ഞാനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നീര് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് അങ്ങ് കട്ടയാവുമല്ലോ. ആ കട്ടകളെല്ലാം ഉടച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഉപ്പ് നോക്കിയിട്ട് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ. നല്ലതുപോലെ തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ഉള്ളത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. നല്ലൊരു തരിതരിപ്പോട് കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്, അരച്ചെടുക്കുകയോ ചെയ്യരുത്. എൻ്റെ ഉമ്മച്ചിയൊക്കെ ഇഞ്ചിക്കറി വയ്ക്കുമ്പോൾ സാധാരണയായിട്ട് ഈ വറുത്ത ഉള്ളിയും ഇഞ്ചിയും ഒക്കെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുകയാണ് ചെയ്യാറ്. അരയ്ക്കാറേ ഇല്ല. പക്ഷേ എനിക്ക് ഈ ചെറുതായിട്ടൊന്ന് അരച്ചിടുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ചേർക്കുന്നുണ്ട്. അത് പച്ചവെള്ളം ചേർക്കരുത്, ചെറു ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് പൊടിച്ച ഉലുവയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഉപ്പില്ല എന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. ഇതാണിതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നത്. ആ ഒരു ഉപ്പും എരിവും പുളിയും എല്ലാം കൂടി ഒന്ന് ടേസ്റ്റ് ബാലൻസ് ആവാനായിട്ട് 1 ടീസ്പൂൺ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ശർക്കര പാനി ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഉണ്ട ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ശർക്കരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒരു താളിപ്പും കൂടി ആയിക്കഴിഞ്ഞാൽ
നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഇഞ്ചിക്കറി റെഡി. താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം, എങ്കിലാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുക. ഇതാ നമ്മുടെ തേങ്ങ വറുക്കാത്ത ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്തരച്ച ഇഞ്ചിക്കറി തയ്യാറാക്കാം. ഇതാണ് എൻ്റെ ഉമ്മച്ചിയുടെ സദ്യയിലെ സ്പെഷ്യൽ ഐറ്റം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. ഒരു പാനിലേക്ക് കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇത് ഞാനല്ല കേട്ടോ തയ്യാറാക്കുന്നത്, ഇത് ഞാൻ വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ. ഷെഫാണ് ഇത് തയ്യാറാക്കുന്നത്. ഇഞ്ചി നല്ലതുപോലെ വറുത്തെടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇഞ്ചിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇതാ ഇഞ്ചി കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക. പിന്നെ ഇഞ്ചി വറുത്തെടുക്കുമ്പോൾ അതിലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു തണ്ട് നല്ല ഫ്രഷ് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്താൽ ഭയങ്കര മണവും ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ. ഇതാ ഇഞ്ചി നമ്മൾ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 ചെറിയ ഉള്ളിയോളം ഉണ്ട് കേട്ടോ. അതും കൂടി നല്ലതുപോലെ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക. ചെറിയ ഉള്ളി നല്ലതുപോലെ മൂത്തിട്ടുണ്ട്, അതും കോരി മാറ്റി വെച്ചതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 1/2 കപ്പോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. നമ്മൾ തീയലിനൊക്കെ വറുക്കില്ലേ, അതുപോലെ ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. ഫ്ലെയിം കൂട്ടിയിട്ട് പെട്ടെന്ന് വറുത്തെടുക്കാമെന്ന് കരുതുകയേ ചെയ്യരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. നല്ലതുപോലെ മൂത്ത് മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവ് തീരെ ഇല്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ടാണ് 3 ടീസ്പൂൺ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വറുത്തെടുക്കുക. ഇത് നമ്മൾ വറുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തുമ്മാൻ സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ ഈ തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരയ്ക്കരുത്, തരി പോലെ അരച്ചെടുക്കുക. തേങ്ങ കുറച്ചൊന്ന് അരഞ്ഞോട്ടെ, ഇഞ്ചിയും ഉള്ളിയും വലുതായിട്ട് അങ്ങനെ അരയണ്ട. ഇതെല്ലാം കൂടി അരച്ചെടുത്തതിന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി പിഴിഞ്ഞതിനെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ട് എങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഞ്ചിക്കറിയുടെ തിക്നെസ് വേണം അതിനനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ദാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. ഇനി ഒരു 1/2 ടീസ്പൂൺ ശർക്കര പാനി കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം താളിച്ചൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് ഉടനെ വരാം. അതുവരെ ബൈ.